ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു സാധാരണ ഒരു സ്ത്രീയോട് അല്ലെ ഒരു മനുഷ്യനോട് എന്തെങ്കിലും ഒരു അക്രമം നേരിട്ടൊരു മനുഷ്യരോട് പറയാനുള്ള എന്താണ്? ആദ്യം മനസ്സിലാക്കുക, പ്രതികൾ എന്താ ചെയ്യാറ്? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അഭിഭാഷകനെ പോയി കാണും. അവർ വളരെ സ്ട്രോങ് ആയി, പോസിറ്റീവായി, ഒരു കോൺഫിഡൻറ്റോട് കൂടി. ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ കണ്ട ഒരു പ്രതി പോലും എന്താ പറയുക തല കുനിച്ച് നടന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രതി പോലും ഒരു കർച്ചീഫ് എടുത്ത് മുഖം മൂടി ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിജീവിതമാരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എന്തിന് നിങ്ങളുടെ മുഖം മൂടി നടക്കണം? തീർച്ചയായിട്ടും മുഖം മൂടി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കുക. ഒന്ന് വീണ് കഴിയുമ്പോൾ കാലൊന്ന് പൊട്ടി, നമ്മൾ അവിടെ മെഡിസിൻ വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, സുഖം പ്രാപിക്കുക തന്നെ ചെയ്യും. നല്ലൊരു അഭിഭാഷകയെ കാണുക, കേസ് നടത്തുക, വളരെ പക്വതയുള്ള ഒരു അഭിഭാഷകയെ കാണുക. എന്തെങ്കിലും ചാനലിൽ വന്ന് വിളിച്ചു പറയുന്ന അഭിഭാഷകരെ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ കഴിഞ്ഞിടയ്ക്ക് കേട്ട ആ ഒരു ഡയലോഗ് കൊണ്ടാണ്. അത്രയും വിഷമമുള്ള ഒരു ഡയലോഗാണ് കേട്ടത്. അതൊരു അഭിഭാഷക പറയാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. നിരുപാധികം മാപ്പ് പറയണം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നല്ലൊരു അഭിഭാഷകയെ കാണുക, കേസുമായിട്ട് മുന്നോട്ട് പോവുക. ശരിയാണ്, ഒരു ക്രൈം നെവർ ഡൈ. ഒരു ക്രൈം നടന്ന ആ ഇൻസ്റ്റന്റിൽ നമുക്കൊണ്ട് പരാതി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് വ്യക്തമായി കോടതിയെ ധരിപ്പിക്കണം എന്നുള്ള ഉത്തരവാദിത്തം അഭിഭാഷകയ്ക്കും സർവേവറിനുള്ളതുമാണ്. സർവേവർ കാര്യങ്ങൾ വ്യക്തമായിട്ട് അഭിഭാഷകയോട് പറയണം, ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ വരാൻ, കോടതിയുടെ അടുത്തോട്ട് എത്തുവാൻ ഞാൻ വൈകിയത് എന്ന് വ്യക്തമായി പറയണം. എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നീതി കിട്ടുക തന്നെ ചെയ്യും. നല്ല രീതിയിലുള്ളൊരു പ്രോസിക്യൂഷനായിട്ട് ഒരു കേസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ നീതി കിട്ടുക തന്നെ ചെയ്യും. അല്ലാതെ ഒരാളെ സെറ്റ് ചെയ്ത് വെക്കുക, ഇതാണ് പ്രതി, ഈ പ്രതി മതി, ഇനി അതിന്റെ പൊക്കത്തേക്ക് അന്വേഷണം ഒന്നുമില്ല എന്ന രീതിയിൽ പോവാതെ, പ്രജുഡൈസ് മെന്റാലിറ്റിയിൽ പോവാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വരിക. അല്ലാതെ കോടതിനെ വിശ്വാസമില്ല, കോടതി നല്ലതല്ല, കോടതി ചീത്തയാണെന്ന് എന്നൊക്കെ എന്താ പറയുക, പണം കൊടുത്ത് കോടതി വാങ്ങിച്ചു എന്നൊക്കെ പറയുന്ന മണ്ടൻ സിദ്ധാന്തങ്ങളെ മാറ്റിവെക്കുക.